ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് മുഹറമായതുകൊണ്ട് ശ്രീയേട്ടനും പിള്ളേർക്കൊക്കെ അവധിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് ബജാറിലോട്ടൊന്ന് ഇറങ്ങിയതാണ്. ഗാങ്ടോക്കിലെ സബ്ജി മാർക്കറ്റിൽ. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു മാർക്കറ്റാണ്. ഇന്നിപ്പം തിരക്ക് കുറവാണ്, കച്ചവടക്കാർ കുറവാണ്. ശനി ഞായറുമാണ് ഇവിടെ നല്ല രീതിയിൽ കച്ചവടക്കാരും തിരക്കും കാര്യങ്ങളും എല്ലാം ഉള്ളത്. ഇന്ന് തീരെ തിരക്ക് കുറഞ്ഞൊരു ദിവസമായിരുന്നു. എന്നാലും സബ്ജിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ സബ്ജി മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഹാളാണ്. ആ ഹാളെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹരിപ്പാട് മുതൽ ആലപ്പുഴ വരെ കാണും ഇതിൻ്റെ ലെങ്ത്. അതുപോലെ തന്നെ പച്ചക്കറി, ഫ്രൂട്ട്സ്, പാത്രക്കച്ചവടക്കാർ, എല്ലാ ഐറ്റംസ്, എല്ലാ സംഗതികളും ഇതിനകത്തുണ്ട്. ഇതിനകത്ത് കയറി നമ്മൾ വേറൊന്നിനും പ്രത്യേകിച്ച് പുറത്ത് പോകേണ്ട ആവശ്യമില്ല. തുണിത്തരങ്ങൾ, എല്ലാ ഐറ്റങ്ങളും ഇവിടെ കിട്ടും. ഇവിടെ കൂടുതലും ഡാൽ ഐറ്റംസ് ആണ് കൂടുതലും. പിന്നെ പച്ചക്കറികൾ, നമ്മുടെ നാട്ടിലെ എല്ലാ പച്ചക്കറികളും കിട്ടും. പക്ഷേ എങ്കിലും ഭയങ്കര വിലയാണ്, എല്ലാത്തിനും വിലയാണ്. പിന്നെ നമുക്ക് കൈട്ടൊക്കെ പോരാം. എന്നാലും നമുക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ ഇവിടുന്ന് വാങ്ങത്തുള്ളൂ. ബാക്കി നമുക്കിവിടെ അകത്ത് ചേട്ടന് റേഷനൊക്കെ കിട്ടുമല്ലോ, സബ്ജി പച്ചക്കറിയൊക്കെ കിട്ടാറുണ്ട്. എന്നാലും അവിടെ കിട്ടാത്ത പച്ചക്കറികളൊക്കെ നമ്മൾ ഇവിടെ വന്നാണ് വാങ്ങുന്നത്. വില ഭയങ്കരമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പിലയ്ക്കൊക്കെ ഇവിടെ എന്താ വിലയെന്നറിയാമോ? ഒരു പിടി കറിവേപ്പിലയ്ക്ക് 40 രൂപ 50 രൂപയൊക്കെയാണ്. ഞങ്ങളിന്നിവിടെ വരാൻ മെയിനായിട്ട് ഞങ്ങളിവിടെ വന്നത് കപ്പ വാങ്ങാമല്ലോ എന്ന് കരുതിയിട്ടായിരുന്നു. ചീനി കപ്പ വാങ്ങാമെന്ന് കരുതി, പക്ഷേ കപ്പ കിട്ടിയില്ല. ഇവിടെ കപ്പയുടെ റേറ്റ് എന്ന് വെച്ചാൽ 1 കിലോയ്ക്ക് 160 170 ആ റേഞ്ചാണ് കേട്ടോ. അതെന്ന് വെച്ചാൽ വെറും കമ്പാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഉരുളൻ കപ്പയൊന്നും ഇവിടെ കിട്ടത്തില്ല, വെറും കമ്പ് പോലെ, അത്രേ ഉള്ളൂ. പിന്നെ മുളക് ഐറ്റംസ് വെറൈറ്റി മുളകുണ്ട് കേട്ടോ, ഉണ്ടമുളകൊക്കെ. ഇത് പാത്രക്കച്ചവടമാണ്. ഈ പാത്രക്കട ഒരുപാടുണ്ട്. അങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദീദി നിന്ന് പിന്നെ ചോളം പൊളിക്കുന്നു. അത് നല്ല നാടനാണെന്നാണ് പറഞ്ഞത്. അന്നേരം അതിൻ്റെ വില തിരക്കിയപ്പോഴത്തേന് 5 എണ്ണത്തിന് 100 രൂപയാണ് പറഞ്ഞത്. കണ്ടിട്ട് ലാഭമാണ്. പിന്നെ നാടനായതുകൊണ്ട് പിന്നെ നമ്മളെന്നാൽ 100 രൂപയ്ക്ക് വാങ്ങി. അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു പൊളിച്ചത് വേണ്ട, പൊളിക്കാത്തത് വാങ്ങിയാൽ മതി. അതാകുമ്പോഴത്തേന് കുറച്ച് ദിവസം വെച്ചിരുന്ന് കുഴപ്പമില്ലല്ലോ, നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മേടിച്ചു. 100 രൂപയ്ക്ക് 5 എണ്ണമായിട്ടാണ് മേടിച്ചത്. നമ്മുടെ നാട്ടിലിത് നമ്മൾ ഹരിപ്പാട്ട്, ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് ഹരിപ്പാട്ട് അമ്പലത്തിലെ ഉത്സവത്തിന് കാണാറുണ്ട് ഇത്. അല്ലാതെ നമ്മുടെ നാട്ടിലെങ്ങും അങ്ങനെ ചോളം അങ്ങ് കടകളിലൊന്നും കണ്ടിട്ടില്ല, റെയറാണ്. പണ്ട് എൻ്റെ അമ്മയുടെ അച്ഛന് കൃഷി ഉണ്ടായിരുന്നു കേട്ടോ, ചോളക്കൃഷി. അന്ന് നല്ല രീതിയിൽ വിളവെടുപ്പൊക്കെ നടത്തി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ ചോളമൊക്കെ അമ്മയൊക്കെ അത് പറിച്ച് വിളവെടുത്ത് പറിച്ചിട്ട് അത് ഉണക്കി പൊടിച്ച് ഞങ്ങൾ പുട്ടും ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി തിന്നത്, അത് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഇതിന്ന് കണ്ടപ്പോൾ ഞാൻ അതാണ് ഓർത്തത്. എന്തുവാണേലും നല്ലതായിരുന്നു ഇത് കേട്ടോ. ഇത് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് അന്നേരം ഇത് ആവി കയറ്റി നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റിയിട്ട് മുളക് പൊടി ഉപ്പും ഒക്കെ വിതറി കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് നല്ലതാണ്, വലിയവർക്കും നല്ലതാണ്. ഒരുമാതിരി വലിയ സൈസ് തിരുന്നാണ് അത് ഇത് തന്നത് കേട്ടോ, നല്ലതായിരുന്നു. എനിക്ക് ഇന്ന് മേടിച്ചു കൊടുത്ത് ഇച്ചിരി ലാഭമായിട്ട് തോന്നി ഇതേ ഉള്ളൂ കേട്ടോ, 100 രൂപയ്ക്ക് 5 എണ്ണം. അങ്ങനെ പിന്നെ അത് വാങ്ങി. പിന്നെ അതിലും അതിശയം എനിക്ക് തോന്നിയത് ഇവിടെ കോഴിമുട്ട, നമ്മുടെ നാടൻ കോഴിമുട്ട ഉണ്ടല്ലോ, 10 എണ്ണം, 10 എണ്ണത്തിന് 350 രൂപ. ഈ സംഗതി കണ്ടോ, ഏതോ ഒരു വെജിറ്റബിളിൻ്റെ ഫ്രൂട്ടല്ല ഫ്ലവറാണ്. അപ്പോൾ ഞാൻ ഈ പുള്ളിയോട് വെച്ചത് എന്തോ സംഭവം. അപ്പോൾ പുള്ളി പറയുന്ന പാവയ്ക്കയുടെ ടേസ്റ്റാണ്, പാവയ്ക്ക പോലത്തെ എന്തോ ഇതാണ്, അതിൻ്റെ അതേ സെയിം ടേസ്റ്റാണ് എന്തൊക്കെയോ പറഞ്ഞു. ഏതോ ഒരു എന്തിൻ്റെ ഫ്ലവറാണ്, പേരൊക്കെ പറഞ്ഞ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ താരം പാനിപ്പൂരി. ഞാൻ ഈ പാനിപ്പൂരിക്ക് അഡിക്റ്റ് ആയത് എപ്പോഴാണെന്നറിയാവോ? ഞങ്ങൾ ആസാമി ഫാമിൽ വെച്ച സമയത്തുണ്ടല്ലോ, ഞാൻ ആസാമിൽ പോയിട്ടാണ് ഫസ്റ്റ് ടൈം ഇത് കഴിക്കുന്ന പോലും. എനിക്കെന്തോ അവിടെ വെച്ചത് കഴിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാനിപ്പൂരി. സാധാരണ ഞാൻ ഇങ്ങനെ ഫുട്പാത്തിൽ ഒന്നും മേടിച്ച് കഴിക്കത്തില്ല, എനിക്കെന്തോ മടിയാണ്. പക്ഷേ ഈ പാനിപ്പൂരി കണ്ടാൽ ഞാൻ വിടത്തില്ല, എനിക്കെന്തോ അത് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഇത് നമ്മുടെ നെയ്യും പനീർ തന്നെ 2 സൈസിലേ ഉണ്ട്. ആ നാടൻ പനീറും ഉണ്ട്, അല്ലാത്ത പനീറും ഉണ്ട്. നാടൻ പനീറിന് 500 രൂപയാണ് കേട്ടോ kg. ആ ലൈറ്റ് മഞ്ഞ കളർ, ഇത് kg 500, മറ്റേത് kg 270. അപ്പോൾ നമ്മൾ 250 ഗ്രാം പനീർ വാങ്ങിയിട്ടുണ്ട്. പിന്നീട് ഞാൻ പറഞ്ഞില്ലേ വലിയൊരു മാർക്കറ്റാണ്, ഒരുപാട് കറങ്ങി കാണാനുണ്ട്. ഫ്രൂട്ട്സ് കടക്കാരും എല്ലാത്തരം കച്ചവടക്കാരും. ഇതിൻ്റെ മേളോട്ടും ഉണ്ട് കേട്ടോ. നമ്മൾ മേളോട്ട് ഡ്രസ്സും കാര്യങ്ങളും എല്ലാ ഐറ്റംസും മേളിലാണ് കേട്ടോ. നമ്മൾ പഴമൊക്കെ മേടിച്ചിട്ടുണ്ട്. ഈ മീൻ കണ്ടോ, ഉണക്കമീൻ. ഇത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ടല്ലോ, യോധ സിനിമയ്ക്കകത്ത് ജഗദീഷ് ശ്രീകുമാർ മൂക്കെ മണപ്പിച്ചൊരു ഉണക്കത്തവളയില്ലേ, ഇത് കാണുമ്പോഴൊക്കെ എനിക്ക് ആ ഒരു
സിനിമയുടെ സീനാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ കറങ്ങി ഞങ്ങൾ ഒത്തിരി കറങ്ങിയൊന്നുമില്ല, ജസ്റ്റ് കയറി ഇറങ്ങി ഇങ്ങ് പോന്നു, മേളോട്ടൊന്നും കയറിയില്ല. അങ്ങനെ നമ്മളിങ്ങനെ വെളിയിലോട്ടേക്ക് ഇറങ്ങിയേ. വെളിയിൽ സാധാരണ ഇതുവഴി വന്നാൽ ഞങ്ങൾക്ക് നടക്കാൻ പോലും പറ്റില്ല, അതുപോലെ കച്ചവടക്കാരും തിരക്കും ഒക്കെയാണ്. ഇവിടെ ഈ രണ്ട് സൈഡിലും നല്ല കച്ചവടക്കാർ കാണും, നല്ല തിരക്കുമാണ്. നല്ല നാടൻ സാധനങ്ങളൊക്കെ ആയിരിക്കും അവർ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. അവരുടെ വീടുകളിൽ കൃഷി ചെയ്ത സംഗതികളൊക്കെയാണ്, മീൻ സഹിതം സൈഡിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെന്നപ്പോഴും നമ്മുടെ നാട്ടിലെ അയില മീൻ കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അയില വാങ്ങാമെന്ന് കരുതി ചെന്നപ്പോഴത്തേനും അത്ര ഫ്രഷ് അല്ല, അത് വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്നതാണ്. മുട്ടൻ അയില കേട്ടോ, 400 രൂപ ഒരു kg പറഞ്ഞത്. പക്ഷെ കണ്ടിട്ട് അത്ര ഫ്രഷ് അല്ല, അതിൻ്റെ വയറൊക്കെ പൊട്ടിക്കിടക്കുന്നത് കാരണം പിന്നെ വാങ്ങിയില്ല. നേരത്തെയൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്, അന്നേരമൊക്കെ ഒരു അമോണിയം ടേസ്റ്റാണ്. നമ്മളിവിടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് വിനാഗറൊക്കെ ഒഴിച്ച് വെച്ച് കുറേ സമയം കഴിഞ്ഞ് അത് കറി വെച്ചതെങ്കിൽ പോലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടായിരുന്നു. മാർക്കറ്റിന് വെളിയിലിറങ്ങിയിട്ട് നമ്മൾ താഴെയാണ് ആ മാർക്കറ്റ്, അവിടെ നിന്ന് പിന്നെ നമ്മൾ സ്റ്റെപ്പ് കയറി മേളോട്ട് പോകണം കേട്ടോ. ഇവിടെ എല്ലാം സ്റ്റെയറിൻ്റെ പരിപാടിയുള്ളൂ, പൊക്കവും താഴ്ചയല്ലേ. അങ്ങനെ റോഡ് സ്റ്റെപ്പിൻ്റെ 2 സൈഡിലും കച്ചവടക്കാർ ഒരുപാടുണ്ട്. ഞാനിന്നൊരു ലൈവ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ, പക്ഷേങ്കിൽ ആ സബ്ജി മാർക്കറ്റിനകത്ത് വന്നപ്പോൾ ഞാൻ ലൈവ് ഓപ്പൺ ആക്കിയതാണ്. പക്ഷേങ്കിൽ നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ലൈവ് ഇട്ടപ്പോഴത്തേന് എനിക്ക് പക്ഷേ അന്നേരം ഫോണിൽ നോക്കിയിട്ട് എനിക്ക് ക്ലിയർ ആയിട്ടാണ് തോന്നിയത്. ഞാൻ കോട്ടറി വന്ന് വീഡിയോ ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ ഒന്നും ക്ലിയർ അല്ല കേട്ടോ, എല്ലാവരും ക്ഷമിക്കണം. ഞാനത് ക്ലിയറാണെന്ന് കരുതിയിട്ടാണ് ഞാൻ ലൈവ് ഇട്ടൊരു 7-8 മിനിറ്റിൽ കൂടുതലുണ്ടായിരുന്നു തോന്നുന്നു ആ ലൈവ് വീഡിയോ, പക്ഷെ ഒട്ടും ക്ലിയർ അല്ലായിരുന്നു കേട്ടോ. ഇവിടെ പക്ഷേ ഈ പിക്നിക്കിന് വരുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. എനിക്ക് ഫേസ്ബുക്കിലൂടെയൊക്കെ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്ഥലത്തെ പറ്റിയൊക്കെ. അടിപൊളി സ്ഥലമാണ്, പക്ഷേ ഇവിടെ നെറ്റ്വർക്കിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ഇതേ ഉള്ളൂ. പക്ഷേ കറങ്ങാൻ വരുന്ന ഒരുപാട് ടൂറിസ്റ്റുകൾക്ക് നല്ലൊരു മെമ്മറീസ് ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ, നല്ലൊരു അനുഭവമായിരിക്കും. അടിപൊളി കേട്ടോ. ഇന്ന് പൊതുവേ നല്ല വെയിലുണ്ടായിരുന്നു. സാധാരണ ഇവിടെ വെയിൽ കിട്ടാനേ ഇല്ല, നമുക്കൊക്കെ വൈറ്റമിൻ ഡി ഒക്കെ കുറയും. എനിക്ക് അടുത്തിടയ്ക്ക് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തപ്പോൾ 6 പോയിൻ്റ് എങ്ങാണ്ടേ ഉള്ളായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ സപ്ലിമെൻ്റൊക്കെ എടുത്തു, കാരണം ഇവിടെ വൈറ്റമിൻ ഡി ആർക്കാണെങ്കിലും കുറയും. ഇവിടുത്തെ കാലാവസ്ഥ അത്രയാണ്. പക്ഷേ ഇന്നെന്തോ നല്ല വെയിലുണ്ട്. അപ്പോൾ ഇനി അടുപ്പിച്ച് കുറച്ച് ദിവസം മഴയൊക്കെ ആയിരിക്കും കേട്ടോ. ഈ ബാഗ് കേട്ടോ, എൻ്റെ ആത്മസുഹൃത്ത് ശാലിനിക്ക് ഞാൻ കഴിഞ്ഞ വെക്കേഷന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തതായിരുന്നു കേട്ടോ. അതുപോലെ അമ്മയ്ക്ക് ഞാൻ വാങ്ങിക്കൊണ്ട് കൊടുത്തായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ബാഗ്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ചു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീട്ടിൽ പോയി. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ.